ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് മലയാളികൾക്ക് കുറെ കൂടെ സമീപകാലത്ത് ബോധ്യമായ ഒരു സംഭവമുണ്ട്. അത് എമ്പുരാൻ സിനിമ വന്നപ്പോൾ അതിനകത്ത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന, ആ പേരിലെല്ലാം തോന്നുന്നു എന്ന് പറയുന്ന, അതിന് റെഫറൻസ് ആയത് എവിടെയാണ്? ഗുജറാത്തിലെ ബജ്രംഗ് ദളിൻ്റെ നേതാവായിട്ടുള്ള ഒരു ചങ്ങാതിയാണ്, കഠിനമായ വില്ലൻ അല്ലേ. അപ്പോൾ ആളുകൾക്കറിയാം ആ ബജ്രംഗിയാണ്, ആ ബജ്രംഗ് ദൾ കക്ഷികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ജ്യോതി ശർമ്മയാണ് ഈ പറയുന്ന ആ സിനിമയിൽ കണ്ട വില്ലനാണ് ഈ പരിപാടി നടത്തുന്നത്. അതാരാണ്? ഞാനിപ്പോൾ ബി ജെ പിക്കാർ ഇവിടെ രണ്ട് പക്ഷം എന്ന് പറയുന്നു. ഏതാണ് ശരിക്കുമുള്ള ബി ജെ പി പക്ഷം? ഈ വിഷയത്തിൽ ശരിക്കുമുള്ള ആത്മാർത്ഥതയുള്ള ബി ജെ പിക്കാർ ആരാണ്? ഇത് മതപരിവർത്തനം നടത്തണം, ഇവരെ തള്ളണം എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലെ ബി ജെ പിക്കാർ. കാരണം അവരുടെ രാഷ്ട്രീയമാണത്. ആർ വി ബാബു അവർ ബി ജെ പിക്കാരും, ഞാൻ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തോ ഇതൊന്നുമല്ല, ബി ജെ പിക്കാരുടെ ലൈൻ അതാണ് ശരി. ബാക്കി രാജീവ് ചന്ദ്രശേഖർ 5-8 സീറ്റ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കുതിച്ച് ഒരുപാട് കാശും കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീൻ മാറിയാണ്ട് ബേജാറായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതെല്ലാം എന്ന് പറയുകയാണ്. പക്ഷേ അവരുടെ നിലപാട് അതാണ്. അത് രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖറിന്റെ പദ്ധതി വേറെയായിരുന്നു. അതായത് ഈ പറയുന്ന വിശാലമായ ഹിന്ദുത്വ പദ്ധതിക്കപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നമ്മൾ പലവരും സംസാരിച്ചിട്ടുള്ളതുപോലെ കേരളത്തിൽ കുറച്ച് സീറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് വരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനൊരു തിരിച്ചടിയാവും ഇത്. അതിൻ്റെ ഒരു അങ്കലാപ്പ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ശക്തമായിരുന്നു.